നമസ്തേ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹിന്ദുമതത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അല്ലെങ്കിൽ അവ തമ്മിൽ പരസ്പര സ്പർദ്ധ ജനിപ്പിച്ച് ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ഗൂഢപദ്ധതി ഹിന്ദു വിരോധികളായിട്ടുള്ള കപട പുരോഗമനവാദികളും അതുപോലെ കപട നവോത്ഥാനക്കാരും കപട ഇടതുപക്ഷങ്ങളും അതുപോലെ തന്നെ മത തീവ്രവാദികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിന്ന് സമൂഹത്തിൽ കാണാൻ പറ്റും. ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുമതത്തെക്കുറിച്ച് വളരെ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനവർ ആയുധമാക്കുന്നത്, ചില കോടാലി കൈകൾ എവിടെയും കാണുമല്ലോ, ആയുധമാക്കുന്നത് PhDക്കാരും പ്രൊഫസർമാരുമായ ചില ഹിന്ദു നാമധാരികളെ തന്നെയാണ്. അവർക്ക് കൂടുതൽ പ്രസംഗിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ നൽകുക, അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളുടെ വീഡിയോ സ്വന്തം ചാനലുകളിൽ പോസ്റ്റ് ചെയ്യുക. അപ്പം അതൊക്കെ കണ്ടിട്ട് ആൾക്കാരിങ്ങനെ കൈയടിക്കുകയും നല്ല ഒന്നാന്തരം വീഡിയോ. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കിതിനെക്കുറിച്ച് അതിനു മുമ്പ് ഒരറിവില്ല, മറിച്ചും ഒരറിവില്ല. കാരണം അവർ ഈ സംസ്കൃത പുസ്തകങ്ങളുമായിട്ട് അവർക്ക് വലിയ പരിചയമൊന്നും കാണത്തില്ല. അപ്പോൾ ഇവർ സംസ്കൃത പുസ്തകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർ സാമാന്യ ജനങ്ങൾ ഇവരെ അങ്ങ് വിശ്വസിക്കാനിടയാവും. പ്രത്യേകിച്ച് PhD, പ്രൊഫസർഷിപ്പ് എന്നിവയുടെ ലേബലും വെച്ച് വരുമ്പോൾ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം, അതുപോലെ ഇപ്പം ഫോർത്ത് എന്നും പറഞ്ഞൊരു ഫോറം, പിന്നെ അതുപോലെ തന്നെ മലബാർ ജേണൽ, അങ്ങനെയൊക്കെയുള്ള ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ചാനലുകൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ പലരും ബഹുഭൂരിപക്ഷ ആളുകളും കണ്ടിട്ടുണ്ടാവും. മറുപടി ഒന്നും പറയാനില്ലാത്തതും മിണ്ടാതിരിക്കുന്നതാകാം, അല്ലെങ്കിൽ മറുപടി ഒരു ആക്ഷേപത്തിൽ, തിരിച്ചുള്ള ഒരു അധിക്ഷേപത്തിൽ ഒതുക്കുന്നുണ്ടാവും. പക്ഷെ സത്യസ്ഥിതി നമ്മൾ അറിയണം, എന്നിട്ട് അതിനെ ചെറുക്കണം. ഇല്ലെങ്കിൽ വളരെ ദുരന്ത ഫലങ്ങൾ ഇവ ഉണ്ടാക്കും. അവരുദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ പോലും, ആ അളവിൽ നടന്നില്ലെങ്കിൽ പോലും ഒരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഇത് അവരുടെ ഒരു കട്ടിങ് സൗത്ത് എന്നൊരു പരിപാടി പണ്ട് കുറേ ദേശവിരുദ്ധർ കൊച്ചിയിൽ നടത്തിയിരുന്നല്ലോ. എന്താണ് അവരുടെ കട്ടിങ് സൗത്തിന് അവർ പല ന്യായങ്ങളും പറയും. പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ കട്ടിങ് നോർത്ത് വരും, കട്ടിങ് ഈസ്റ്റ് വരും. അത് അവർ പണ്ടേ പറയുന്ന ഒരു സംഗതിയാണ്. ആസാമിനപ്പുറത്തോട്ടുള്ളതിനെല്ലാം വേർപിരിച്ചു കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുക, ഭൂമിശാസ്ത്രപരമായി ഛിന്ന ഭിന്നമാക്കുന്ന പരിപാടിയാണ് അവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാനുള്ള ശ്രമം. ഇന്ത്യയുടെ സത്തയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ്, നമ്മുടെ ആത്മീയ തത്വങ്ങളാണ്. ഹിന്ദുമതം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, നമ്മുടെ പൂർവികർ ദർശിച്ച ആത്മീയ തത്വങ്ങളാണ്. ആ തത്വങ്ങളെ അവഗണിച്ചിട്ട് പണ്ടങ്ങ് കുറേ ആൾക്കാർ ചെയ്ത അതിക്രമങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇതാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞ് ഹിന്ദുമതത്തെ നാറ്റിക്കുക. അതായത് ഒരു വിഭാഗം ജനങ്ങളോട്, ഈഴവരോടും ദളിതരോടുമൊക്കെ പറയുകയാണ്, നിങ്ങളുടെ പൂർവികരെ ഇതുപോലെ നമ്പൂതിരിമാർ ഇന്ന ആയിത്തങ്ങൾക്കും അതുപോലെ തന്നെയുള്ള അനാചാരങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കും ഒക്കെ വിധേയരാക്കിക്കൊണ്ടിരുന്നു. അത് നിങ്ങൾ അറിയണം. നിങ്ങൾ ഹിന്ദുക്കളല്ല. ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ മതമാണ്. ഇങ്ങനൊരു പുതിയ വാക്ക് അവർ കണ്ടിരിക്കുന്നത്. ഒരു PhDക്കാരൻ പറഞ്ഞ ജാതി ബ്രാഹ്മണ്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം പല്ലവിയാണത്. എന്താണ് ഈ ജാതി ബ്രാഹ്മണ്യം? അതയാൾ വിശദീകരിക്കുന്നില്ല. ജാതി ബ്രാഹ്മണ്യം എന്നുള്ളൊരു വാക്ക് എവിടെയാണ്, ഏത് പ്രമാണത്തിലാണ് അദ്ദേഹം കണ്ടത്? അതൊന്ന് പറയണ്ടേ, അതിനെ വിശദീകരിക്കണ്ടേ?
ജാതി ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ഒരു ജാതി എന്നാണോ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? ഇതുപോലുള്ള ഒരുപാട് അസത്യങ്ങൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാതി ബ്രാഹ്മണൻ എങ്ങുമില്ലാത്ത, പ്രമാണങ്ങളിൽ എങ്ങുമില്ലാത്ത ഒരു വാക്കാണത് ജാതി ബ്രാഹ്മണൻ. അത് അദ്ദേഹത്തിൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്. അങ്ങനെ കുറേ എണ്ണമുണ്ട് ജാതി ബ്രാഹ്മണന്. പിന്നെ അതുപോലെ തന്നെ ചാതുർവർണ്ണ സിദ്ധാന്തമാണ് ജാതി സിദ്ധാന്തം. ആ ചാതുർവർണ്ണ സിദ്ധാന്തം എന്ന് പറയുന്നത് വിവേചനമാണ്, അതാണ് ഹിന്ദുമതം എന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ജാതി എന്ന് പറയുന്നതും ചാതുർവർണ്ണയം എന്ന് പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു പ്രമാണം ഇവർ ചൂണ്ടിക്കാണിക്കും. എവിടെയെന്ന് പറയുകയാണ് ചതുർവർണ്ണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളാണ്. അപ്പോൾ ആ 4 ജാതികളേ ഉള്ളൂ. ജാതികൾ ആയിരക്കണക്കിനല്ലേ. എവിടെങ്കിലും ജാതിയും വർണ്ണവും ഒന്നാണെന്ന് പറയുന്ന ഒരു പ്രമാണം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇവർ വലിയ സംസ്കൃത പണ്ഡിതരാണെന്ന് പറയും. സംസ്കൃത പുസ്തകങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് ഇവർ ഈ ഹിന്ദുമതത്തെ നാറ്റുന്നതെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷെ എവിടെ ഇതിനുള്ള പ്രമാണം? എവിടെ? ഇത് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതികളാണ് ബ്രഹ്മം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. എവിടെങ്കിലും ഉപനിഷത്തുകളിൽ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശങ്കരാചാര്യർ ഉപനിഷത്തുകൾ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ഒന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടെത്തലുകളല്ല. അതെല്ലാം ഉപനിഷത്തുകളിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുള്ളതാണ്. ഇപ്പം ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറയുന്ന പോലെ അത് അദ്ദേഹത്തിൻ്റെതല്ല, സ്വന്തമല്ല. അതും ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ അദ്വൈത വേദാന്തം അതും ഉപനിഷത്തുകളുടെ സംഭാവനയാണ്. ഇതൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയാൻ തുടങ്ങി. അത് മറച്ചു വെച്ചിട്ട് ഇത് അദ്ദേഹം ആണ് ഇതിൻ്റെയൊക്കെ പിതാവ്, അദ്ദേഹം പറയുന്നതാണ് പ്രമാണം എന്നുള്ള നിലയിൽ അവർ അവതരിപ്പിക്കണം. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് ആചാര്യന്മാർ ഇതിനെക്കുറിച്ച് കമൻ്ററി എഴുതിയിട്ടുണ്ട്, ഭാഷ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവരിൽ ആരെ ആശ്രയിക്കണം? നമ്മൾ ആശ്രയിക്കേണ്ട ഒറ്റ മൂലഗ്രന്ഥങ്ങൾ മാത്രമാണ്. ആചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ ആ മൂലഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് ബുദ്ധി ലഭിച്ചിരിക്കുന്നത്. ദൈവം ബുദ്ധി തന്നിരിക്കുന്നതിനാണെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ്. അതിനാണ് ബുദ്ധി. അല്ലാതെ ഏതെങ്കിലും ഒരു ആചാര്യം പറയുന്നത് കേട്ട് അതങ്ങ് ഏറ്റുപാടി അതാണ് ഹിന്ദുമതം എന്നും പറഞ്ഞ് നടക്കരുത്. അത് തെറ്റാണ്. അതാണ് ഹിന്ദുമതം എന്ന ഒരു പ്രമാണവുമില്ല. ആദിശങ്കരൻ്റെ വാക്കുകളാണ് ഹിന്ദുമതം എന്ന് എവിടെ പറയുന്നു? അപ്പം അങ്ങനെ വെറുതെ കള്ളം പ്രചരിപ്പിക്കുകയാണ്. ഇനി ആദിശങ്കരൻ എന്ന് പറഞ്ഞ ജാതിയുടെ വലിയ വക്താവായിരുന്നു, ജാതി ഭ്രാന്തനായിരുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതും തെറ്റ് തന്നെയാണ്. അത് ഹിന്ദുമതത്തുമായിട്ട് വരുന്നതല്ല. ജാതി തന്നെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമല്ല. എവിടെയെങ്കിലും ഹിന്ദുമത തത്വങ്ങളിൽ എവിടെയെങ്കിലും ജാതിയെക്കുറിച്ച് പറയുന്നുണ്ടോ? രാമായണവും മഹാഭാരതവും എടുത്തുകൊണ്ട് വരരുത്. അത് ഇവരുടെ സ്ഥിരം ഒരു പരിപാടിയാണ്. രാമായണം കൊണ്ടും ശ്രീരാമനെ കൊണ്ടുവന്ന് ഹിന്ദുത്വത്തെ ന്യായീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു വീഡിയോയുടെ തലക്കെട്ടതാണ്. ന്യായീകരിക്കണ്ട. അപ്പോൾ രാമായണത്തിൽ ശ്രീരാമനിലും അതുപോലെ തന്നെ രാമായണത്തിലും ഒന്നും അല്ല ഹിന്ദുത്വം ഇരിക്കുന്നത്. ഹിന്ദുത്വം ഇരിക്കുന്നത് ഉപനിഷത്തുകളിലും ഗീതയിലുമുള്ള തത്വങ്ങളിലാണ്. ആ തത്വങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ പറ ഹിന്ദുമതം കൊള്ളത്തില്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കുക. പിന്നെ ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്ന് പറഞ്ഞ പോലെ ഒരു സമ്പ്രദായം ഹിന്ദുമതത്തിലുണ്ടായിരുന്നു. അതായത് ഈ പുസ്തകത്തിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് എല്ലാ തത്വചിന്തകളുടെയും കാര്യത്തിൽ സംഭവിക്കുന്നതാണ്. പുസ്തകത്തിൽ ഒരു തരത്തിൽ പറയും, അത് പ്രാവർത്തികമാക്കാൻ വേറൊരു. അതായത് ആ പുസ്തകത്തിൽ പറയുന്നതിനെ അംഗീകരിക്കുന്ന ആളുകൾ സ്വന്തം പ്രവൃത്തികളിൽ നേരെ തിരിച്ച് പലതും ചെയ്യാറുണ്ട്. അത് ഏത് തത്വചിന്തകളിലും വരുന്നവരാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണോ ജീവിക്കുന്നത്? അതുപോലെ ക്രിസ്ത്യാനികളെല്ലാം യേശുവിൻ്റെ ഉപദേശം അനുസരിച്ചാണോ ജീവിക്കുന്നത്? അല്ല. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം ഖുർആനിലും അതുപോലെ തന്നെ ബൈബിളിലും കൊണ്ടുവന്ന് ചാരാൻ പറ്റുമോ? ബൈബിളിനെയോ ഖുർആനെയോ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തത്വങ്ങൾ എടുത്തിട്ട് അതിലിന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. അവിടെയാണ് ഒരു നിരൂപകൻ, വിമർശകൻ ഒരു സ്വന്തം അസ്തിത്വം ഉണ്ടാക്കുന്നത്. അവൻ്റെ വാക്കുകൾ വിശ്വസനീയമാക്കുന്നത് അങ്ങനെയാണ്.
അത് ചെയ്യാതെ കള്ളത്തരങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പൂതിരിയോ ഏതെങ്കിലും ഒരു സമൂഹമോ പണ്ട് അനുവർത്തിച്ചു വന്ന ദുരാചാരങ്ങളും തെറ്റുകളും അത് ഹിന്ദുമതത്തിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങൾ ഹിന്ദുമതത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ രാമായണവും മഹാഭാരതവും ഒക്കെ മാറ്റുകയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും മാറ്റുകയും എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മതതത്വങ്ങളിലേക്ക് ചെന്ന് അതിനെ വിമർശിക്കുക. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ദൈവങ്ങളായത് ഉപനിഷത്ത് തത്വങ്ങളുടെ പിൻബലത്തിലാണ്. അവർ ആ ആത്മതത്വത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണ്. ഒരു രാമായണം എടുത്തു നോക്കുക, അധ്യാത്മരാമായണം എടുത്തു നോക്കുക. ആത്മാവ് ആത്മാവെന്നാണ്, ശ്രീരാമൻ ആത്മാവാണെന്ന് 100 തവണ അത് പറയുന്നുണ്ട്. സാക്ഷാൽ പരമേശ്വരൻ തന്നെ അത് പറഞ്ഞാണ് തുടങ്ങുന്നത്. പിന്നെ എത്രയോ പേര് പറയുന്നു, എത്രയോ സന്ദർഭങ്ങളിൽ അത് ആവർത്തിക്കുന്നു. അതുപോലെ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവതിയിൽ സ്വയം പറയുന്നുണ്ട്, ഞാൻ ആത്മാവാണ്, എല്ലാവരുടെയും ഈശ്വരനാണ്, ഞാൻ എല്ലാവരിലും നിലനിൽക്കുന്നു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഈശ്വരന്മാരായത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. അവർ ജീവിച്ചിരുന്ന കാലത്ത് പിന്നെ അവർ മനുഷ്യ ശരീരത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ഓർക്കണം. മനുഷ്യ ശരീരം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ പരിമിതികൾ ആരായാലും ദൈവത്തിനായാലും ഉണ്ടാകും. ആ പരിമിതികൾക്കുള്ളിൽ നിന്നേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് തെറ്റുകളും പറ്റും. പക്ഷെ ആ തെറ്റുകളെയല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ, തത്വങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത്. ആ തത്വങ്ങളുടെ മൂല്യം അനുസരിച്ചാണ് അവർ വിലയുള്ളവരായിത്തീരുന്നത്. മറ്റുള്ളവർക്കില്ലാത്ത പല സവിശേഷതകളും അവരിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അവരെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നത്. ഇന്നും നമ്മൾ മഹാന്മാരായിട്ട് ആരാധിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതുപോലെ മനുഷ്യരൂപത്തിലുള്ളവർക്ക് എല്ലാവർക്കും തെറ്റുകളുണ്ടായിരുന്നു, തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മൾ മഹാന്മാരായിട്ട് ആരാധിക്കുന്നുണ്ട്, അവരെ കൊണ്ടു നടക്കുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം ഇത് തന്നെ നമ്മൾ പിന്നെ ഈ ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ട്. അവരുടെ പ്രവൃത്തികളെ ആ കാലഘട്ടത്തിൻ്റെ രീതികളനുസരിച്ച് വേണം വിലയിരുത്താൻ. അല്ലാതെ ഇന്നിൻ്റെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇന്നിൻ്റെ സാമൂഹിക ഇടപാടുകളുടെ അടിസ്ഥാനത്തിൽ, സാമൂഹിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ വിലയിരുത്താൻ പാടില്ല. അത് ശരിയായെന്ന് വരത്തില്ല. എന്നിട്ട് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പോലെ, ഇന്നൊരു ആദർശ പുരുഷൻ ചെയ്യുന്ന പോലെ അന്ന് ശ്രീരാമൻ ചെയ്യാതിരുന്ന എന്ത്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ചെയ്യാതിരുന്ന എന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഇതാണ് ഉത്തരം. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ പരിമിതി അവർക്കുണ്ട്, അവരുടെ ശരീരത്തിൻ്റെ പരിമിതിയും അവർക്കുണ്ട്. ദൈവമായാലും ആ പരിമിതികളിൽ നിന്ന് മോചിതനാകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സത്യം കൂടെ നമ്മൾ അറിയണം. അപ്പോൾ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പം വേണ്ടത് ഹിന്ദു മതത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ അതിലെ ചില സമുദായങ്ങൾ ഹിന്ദു മതക്കാരല്ല എന്ന് വരുത്തി തീർക്കും. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് അവർക്ക് സ്ഥാപിക്കണം. അങ്ങനെ കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തെ ഹിന്ദു മതത്തിൽ നിന്ന് അകറ്റി നിർത്തണം. ശ്രീനാരായണൂർ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ പച്ചത്തെറ്റുകളാണ്. ഈ പച്ചത്തെറ്റുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ അവരുടെ ബുദ്ധിക്ക് വേണ്ടത്ര വികാസമില്ല കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന്, അല്ലെങ്കിൽ ഇവർ അറിഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ്, ഇവർക്ക് എന്ത് ലാഭമാണ് അതിനകത്തുള്ളതെന്ന് നോക്കണം. ബുദ്ധിപരമായ സത്യസന്ധതയില്ലായ്മയാണത്. അല്ലെങ്കിൽ അറിവില്ല, അവരുടെ ബുദ്ധിക്ക് അത്ര വളർച്ചയേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഈഴവർ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശൻ പിന്നെ ശ്രീരാമ പ്രതിഷ്ഠയെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഇത് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. അവരങ്ങനെ പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈഴവരെ മാറ്റി നിർത്തണം. ഈഴവർ ഒരിക്കലും ഹിന്ദുക്കളായിട്ട് വരരുത്. ഹിന്ദുക്കളാണ് തങ്ങളെന്നൊരു ബോധം അവർക്കുണ്ടാകാൻ പാടില്ല. ശ്രീനാരായണ ഗുരു തന്നെ എത്രയോ സ്തോത്രങ്ങൾ എഴുതി ശിവനെക്കുറിച്ചും അതുപോലെ തന്നെ ഗണപതിയെക്കുറിച്ചും സുബ്രഹ്മണ്യനെക്കുറിച്ചും വാസുദേവനെക്കുറിച്ചും ഒക്കെ എത്രയോ ദേവീ സ്തോത്രങ്ങൾ എല്ലാം എത്രയാണ് എഴുതിയിരിക്കുന്നത്. എന്തിനാണ് അത് ആരുടെയാണ്? ശിവനുമൊക്കെ നമ്മുടെ ശിവനെ ഈഴവ ശിവനെ പ്രതീക്ഷിച്ചതാണ് ഈ വിവരമില്ലാത്തവർ പറയുന്നത്.
ഈഴവർ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നൊന്നും ഗുരു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പറയണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വിഡ്ഢിത്തം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേണമായിരുന്നു. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ശിവനെ, നിങ്ങളുടെ ശിവനെയല്ല, നമ്മുടെ ശിവൻ. നമ്മുടെ ശിവനെ എന്ന് പറഞ്ഞാൽ ഗുരു ഒരു ഈഴവനാണെന്നും ആ ഈഴവൻ പ്രതിഷ്ഠിക്കുന്ന ശിവൻ ഈഴവ ശിവനാണെന്നും ഇവരങ്ങ് ധരിച്ചിരിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഈഴവൻ്റെ മതം. ഈഴവൻ്റെ മതം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നാണ് ഈഴവ മതം, അല്ലെങ്കിൽ ശ്രീനാരായണ മതം. അങ്ങനെയൊന്നും ശ്രീനാരായണൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം ഹിന്ദുമത തത്വങ്ങൾ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശുദ്ധമായ ഹിന്ദുമത തത്വങ്ങൾ പഠിപ്പിക്കണമെന്നാണ് SNDP പ്രചാരകർക്ക് ആദ്യകാലത്ത് അദ്ദേഹം നൽകിയ നിർദ്ദേശം. പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജാതി, നമുക്ക് ജാതിയില്ല, ജാതിയില്ല വിളംബരം എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് പറയുന്നത് നാം ജാതിയും മതവും വിട്ടിട്ട് വളരെ കാലമായി എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്താണ് ആ ഗുരു അങ്ങനെ പറഞ്ഞത്? ജാതിയെ വിട്ടെന്ന് പറഞ്ഞത് അത് ഹിന്ദു മതത്തിൽ നിന്ന് അദ്ദേഹം മാറി എന്നുള്ളതിന് തെളിവാണെന്നാണ് ഇപ്പോഴൊരു വിദ്വാൻ പറയുന്നത്. ഒരു PhD-കാരൻ എഴുന്നള്ളിക്കുകയാണ്. അതല്ല, അത് പറയാനുള്ള കാരണം ആ വിളംബരത്തിൽ തന്നെ ഉണ്ട്. അത് ചില ജാതികൾ, നമ്മളിങ്ങനെയൊക്കെ ഞാൻ എന്നെ ജാതി വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മതം വിട്ടിട്ടുണ്ട്, പക്ഷേ ചില ജാതിക്കാർ ഞാൻ അവരുടെ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ശരിയല്ല എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ചത്. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഇത് ജാതി വിട്ടതുകൊണ്ട് ഹിന്ദുമതം വിട്ടു. ആ ഒരു ലോജിക്ക് നോക്കണം. ജാതി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുമതം വിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നൊരു എന്താ പറയുന്നതിനൊക്കെ, ഈ ലോജിക്കിനെയൊക്കെ എന്താ പറയുന്നത്? ബുദ്ധിയില്ലായ്മ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹം ഒരു സന്യാസിയായി. സന്യാസിയാകുമ്പോൾ സർവ്വതും ഉപേക്ഷിച്ചാണ് സന്യാസിയാകുന്നത്. ആ സർവ്വതും ഉപേക്ഷിക്കുന്ന കൂട്ടത്തിൽ അയാൾ ഒരു മതമുണ്ടോ? ഒരു സന്യാസിക്ക് മതമുണ്ടോ? ജാതിയുണ്ടോ? ഒന്നുമില്ല. കുടുംബമുണ്ടോ? മക്കളുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒരാൾ സന്യാസിയാകുന്നത്. ഈ ഭൗതിക ശരീരത്തെ തന്നെ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. അതായത് ആ ശരീരമായിട്ടുള്ള ബന്ധം പോലും ഇല്ലാതാക്കുകയാണ്. മാനസികമായിട്ട് വസ്ത്രവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇത് സന്യാസിയാകുന്നത്. അപ്പം പിന്നെ മതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി എന്ന് പറഞ്ഞിട്ട് നടക്കേണ്ട, അങ്ങനെ അതൊന്ന് ആരോപിക്കേണ്ട കാര്യമുണ്ടോ? ജാതി വിട്ടെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അദ്ദേഹം അത് എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഏതെങ്കിലും സന്യാസിമാർ നായർ സന്യാസി, നമ്പൂരി സന്യാസി എന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? അവർ പേര് പോലും മാറ്റുകയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നിട്ട് ജാതി വിട്ടത് ഹിന്ദുമതം വിട്ടതിന് ഉള്ള തെളിവായിട്ട് കൊണ്ട് കാണിക്കുന്ന ഈ ബുദ്ധിയില്ലായ്മയെക്കുറിച്ച് പിന്നെ എന്താ പറയാനാണ്? അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള ബുദ്ധിയില്ലായ്മകൾ ജനങ്ങളുടെ തലയിലൊക്കെ അടിച്ചു കയറ്റിയിട്ട് അവരെ ഹിന്ദുമതത്തിൽ നിന്ന് അകറ്റുക. ഹിന്ദുമത വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരെ തന്നെ ഹിന്ദുമതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അവർക്ക് വേറൊരു സ്വത്വമേ അവർ സമ്മാനിക്കുകയാണ്. അപ്പോൾ ഒരു കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന പോലെ ഇതുപോലൊരു ഈ ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ളൊരു കട്ടിങ് അവർ നടത്താൻ ശ്രമിക്കുകയാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ഹിന്ദുക്കളും എല്ലാ ഭാരതീയരും, ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുക്കളാകണം. ഇതിനെ മുളയിലെ നുള്ളത്തക്കവണ്ണം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സുഹൃത്തുക്കൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടെങ്കിൽ ഈ വീഡിയോ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടത് ചെയ്യണം. അവർ തങ്ങളുടെ സുഹൃത്ത് ഗ്രൂപ്പുകളിലേക്കോ സൗഹൃദ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് തന്നെയോ ഇത് പങ്കിട്ട് നൽകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.